പിണറായി വിജയനെ കണ്ട് രാഷ്ട്രീയത്തിലിറങ്ങിയ 2020 അധ്യക്ഷൻ സാബു എം ജേക്കബ്. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്ത് തകർക്കാനാകാത്ത വിശ്വാസം. ഇപ്പോൾ ആ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി എന്ന വ്യക്തി കാരണമാണ്. കാരണം പിണറായി വിജയൻ ഒരു ആഡംബര ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആർക്കും മാതൃകയാക്കാവുന്ന ഒരു വ്യക്തി. പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതെന്തൊക്കെയാണ് എന്ന് അക്കമിട്ട് നിരത്തി പറഞ്ഞിരിക്കുകയാണ് സാബു എം ജേക്കബ്. അദ്ദേഹം ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ വസ്തുതകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായ ഭാഷയിലാണ് പിണറായിക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഡംബര ജീവിതം നയിക്കുന്ന ആളാണ്, എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാതൃക ആക്കേണ്ട വ്യക്തിയാണ് എന്ന കാര്യത്തിൽ സാബു എം ജേക്കബിന് സംശയമില്ല. അതിന് അദ്ദേഹം പറയുന്ന ചില അനുഭവങ്ങളുണ്ട്. വിദേശത്ത് പോകുമ്പോൾ ലക്ഷങ്ങൾ മുടക്കിയുള്ള ഭക്ഷണമാണ് പിണറായി കഴിക്കുന്നത്. ഒരു രാത്രി മാത്രം താമസിക്കാൻ 3 മുതൽ 4 ലക്ഷം രൂപ വരെ വില വരുന്ന മുറികളാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. പാരീസിൽ അദ്ദേഹം ബുക്ക് ചെയ്ത മുറിയുടെ വില 7 ലക്ഷമാണ് എന്നും അദ്ദേഹം തുറന്നു പറയുന്നു. അതേ ഹോട്ടലിൽ തന്നെയാണ് ഇദ്ദേഹവും താമസിച്ചിരുന്നത്. പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന വിവരമാണ് ഇദ്ദേഹം തുറന്നു പറഞ്ഞത്. അതായത് സാബു എം ജേക്കബ് തുറന്നു പറഞ്ഞത്. അത് പറഞ്ഞ് ആ ഹോട്ടലിൽ നിന്ന് മാറുകയായിരുന്നു. അങ്ങനെ ഒന്ന് വിമർശിച്ചതിൻ്റെ പേരിൽ തന്നോട് വെറുപ്പുണ്ടായി എന്നും സാബു എം ജേക്കബ് പറയുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ആ ഒരു അവസരത്തിലെ ആ തുടക്കകാലങ്ങളിൽ വളരെ പ്രതീക്ഷ തനിക്കുണ്ടായിരുന്നു. എന്തായാലും തനിക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കേരളത്തെ രക്ഷിക്കാനാകില്ല എന്ന സത്യം മനസ്സിലാക്കിയിട്ടാണ് തൻ്റെ മനസ്സിലുള്ള നല്ല നല്ല ആശയങ്ങൾ അത് പിണറായി വിജയൻ എന്ന വ്യക്തിയിലൂടെ നടപ്പിലാക്കി കേരളത്തെ രക്ഷപ്പെടുത്താമല്ലോ എന്ന ഒരു ചിന്ത തൻ്റെ ഉള്ളിൽ വന്നത് എന്ന് സാബു എം ജേക്കബ് പറയുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് പിണറായിയോടൊപ്പം താൻ കൂടിയത്. എന്നാൽ കുറച്ചൊന്ന് അടുത്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ തനിക്ക് ദുരൂഹത തോന്നിയത് എന്നും സാബു പറയുന്നു. എൻ്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ട സംസാരിച്ചൊരു വ്യക്തിയെ അല്ല യഥാർത്ഥ പിണറായി എന്ന തുടക്കം അങ്ങോട്ട് പോകുമ്പോഴാണ് മനസ്സിലായത്. പലപ്പോഴും ഇത് തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഒരിക്കലും ഇങ്ങനെയാണെങ്കിൽ പിണറായിക്ക് കേരളത്തെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന ഒരു ഉത്തമ ബോധ്യം വന്നപ്പോഴാണ് ഇവിടെ നിന്ന് പോയേക്കാം എന്ന തീരുമാനം താൻ എടുത്തത് എന്നും സാബു എം ജേക്കബ് പറയുന്നു. എന്നാൽ ഇനി NDAയിലേക്ക് വന്നു. പിണറായിയിൽ നിന്ന് മാറി അതിനുശേഷം NDAയിലേക്ക് വരുമ്പോൾ BJP മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന മാതൃക കണ്ടിട്ടാണ്, അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് 2020യുടെ വികസനക്ഷേമ മാതൃകയും BJPയുടേതും കൂടി ചേർന്നാൽ വലിയൊരു മാറ്റം കേരളത്തിൽ വരാൻ സാധിക്കും. പിണറായിയിലൂടെ കൊണ്ടുവരാൻ താൻ ആഗ്രഹിച്ച ആശയങ്ങൾ ഇപ്പോൾ NDAയിൽ ചേർന്നതിലൂടെ BJPയിലൂടെ കേരളത്തിൽ എത്തിക്കാൻ സാധിക്കും. ആ ഒരു ശ്രമമാണ് NDA വഴി നടപ്പിലാക്കാൻ താൻ ശ്രമിക്കുന്നത്. ഒരിക്കലും LDFനെയോ UDFനെയോ എതിർക്കാൻ ആയിരുന്നില്ല തൻ്റെ ലക്ഷ്യമെന്നും തുറന്നു പറയുകയാണ്. BJP വർഗീയതയാണ് ഇളക്കുന്നത് എന്ന ആരോപണമുണ്ടല്ലോ. ഇങ്ങനെ ആരോപിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. യഥാർത്ഥത്തിൽ എന്ത് വർഗീയത കൊണ്ടുവന്നിട്ടുണ്ട്? അങ്ങനെ ഒരു തൊട്ടുകൂടായ്മ ഉണ്ട് എങ്കിൽ താനൊരു ക്രിസ്ത്യാനിയാണ്. ഒരു ക്രിസ്ത്യാനിയെ തന്നെ അവർ കൂടെ നിർത്തിയതോ എന്ന മറുചോദ്യം ഉന്നയിക്കുകയാണ് സാബു എം ജേക്കബ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം എന്നും മാതൃക ആക്കേണ്ട നേതാവാണ്. അദ്ദേഹം നീതി വിട്ട് പെരുമാറുന്ന വ്യക്തിയല്ല. BJPയിലുള്ള നേതാക്കൾ തെറ്റ് ചെയ്താൽ അത് ഒരിക്കലും അംഗീകരിക്കാത്ത നേതാവാണ് നരേന്ദ്രമോദി എന്നും സാബു എം ജേക്കബ് പറയുന്നു. വ്യവസായത്തിനും പൊതുപ്രവർത്തനവും ഒന്നിച്ചാണ് താൻ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഒരിക്കലും താൻ സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. മന്ത്രിയാകണമെങ്കിൽ അതിനുള്ള അവസരം പണ്ടേ വന്നു ചേരുമായിരുന്നു. കേരളത്തിൽ ഏത് സീറ്റ് വേണമെങ്കിലും തരാം, മത്സരിക്കണം എന്നായിരുന്നു NDA തൻ്റെ മുന്നിൽ വച്ചിട്ടുള്ള നിർദ്ദേശം. മന്ത്രിയായ സാബു ജേക്കബിനേക്കാൾ ശക്തനാണ് മന്ത്രിയാകാത്ത സാബു ജേക്കബ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും എല്ലാ മേഖലകളിലും തനിക്കിപ്പോൾ പ്രവർത്തിക്കാൻ സാധിക്കും. മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ 20 വർഷമായി മുടങ്ങിക്കിടക്കുന്ന ചില പദ്ധതികളുണ്ട്. ഈ പദ്ധതികളെല്ലാം 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും എന്നാണ് 2020 പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ് പറയുന്നത്. NDA സ്ഥാനാർത്ഥി സണ്ണി കടുത്താഴയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച NDA മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. സംസ്ഥാന സർക്കാർ തങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ട് നഷ്ടപ്പെടുത്തിയ അങ്കമാലി കുണ്ടന്നൂർ 6 വരിപ്പാത സംബന്ധിച്ച വിഷയം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിനെ തുടർന്ന് 6 വരിപ്പാത 9,500 കോടി മുതൽ മുടക്കുള്ള 8 വരിപ്പാതയായി ഉയർത്താം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. 114 വർഷം പഴക്കമുള്ള സഭാ തർക്കം അവസാനിപ്പിക്കാൻ ഇടപെടൽ നടത്തും എന്ന ഉറപ്പും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് സാബു എം ജേക്കബ് പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ.